വെളിച്ചം ദുഃഖമാണുണ്ണി തമസുല്ലോ സുഖപ്രദം എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു ആശുപത്രി മുഴുവൻ ഇരുട്ടിലായുള്ള അവസ്ഥ എന്താകും? ഒരു ആശുപത്രിയിൽ അത്യാവശ്യം വേണ്ടത് വെളിച്ചമാണ്. ആ വെളിച്ചം നഷ്ടമായാൽ ആ ആശുപത്രി പിന്നെ എങ്ങനെ പ്രവർത്തിക്കും? തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ഒരു രാത്രിയിൽ മണിക്കൂറുകളോളമാണ് വെളിച്ചമില്ലാതായത്. ഇതിന് ഉത്തരവാദിത്തം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുമ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? തിരുവനന്തപുരത്തെ SIT ആശുപത്രിയിലേക്ക് വൈദ്യുതി എത്തിക്കാനായി 2 ട്രാൻസ്ഫോർമറാണ് ഇവിടെയുള്ളത്. ഒന്ന് KSEBയുടെയും മറ്റൊന്ന് PWDയുടെയും. KSEBിയിലെ ട്രാൻസ്ഫോമറിൽ നിന്നും വൈദ്യുതി അത് പിന്നീട് PWD ട്രാൻസ്ഫോമറിലേക്ക് എത്തിക്കുകയും അവിടെ നിന്നുമാണ് വിതരണം ചെയ്യുന്നത്. ഹൈ വോൾട്ടേജ് കാരണം PWDയിലേക്ക് പോയി അവിടെ നിന്നും പവർ കുറച്ച ശേഷമാണ് ഈ ആശുപത്രിയിലേക്ക് വിതരണം ചെയ്യുന്ന നടപടിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്നലെ 2 മണിക്കൂറോളം KSEBിയുടെ അറ്റകുറ്റപ്പണി ഉണ്ടായിരുന്നു, 3:30 മുതൽ 5:30 വരെ. ആ സമയത്ത് ആശുപത്രിയിൽ വൈദ്യുതി തടസ്സപ്പെടാതിരിക്കാൻ ജനറേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തി. പിന്നീട് 5:30 മണിക്ക് KSEB ചാർജ് ചെയ്ത ശേഷവും ഈ ആശുപത്രിയിലേക്ക് വൈദ്യുതി എത്തിയില്ല. അതാണ് ഇവിടെ ഉണ്ടായ പ്രതിസന്ധിക്ക് ഒന്നാമത്തെ കാരണം. വൈകിട്ട് 5:30 മുതൽ 7:30 വരെ ആശുപത്രിയിലെ ജനറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിച്ചു. 7:30യോടുകൂടെ ആ ജനറേറ്ററും കേടായി. താൽക്കാലികമായി ഉണ്ടായിരുന്ന ജനറേറ്റർ വർക്ക് ചെയ്തതുമില്ല. ഇതോടെ SIT ആശുപത്രിയിലെ അത്യാഹിത വിഭാഗമടക്കം ഇരുട്ടിലായി. ഡോക്ടർമാരുടെ പരിശോധന അടക്കം മെഴുകുതിരി വെട്ടത്തിലും ടോർച്ച് ലൈറ്റിന്റെ വെളിച്ചത്തിലും മാത്രം. ഇതോടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ തുടങ്ങി. വൈദ്യുതി എപ്പോൾ വരുമെന്ന് ആശുപത്രി അധികൃതർ PWD ചോദിച്ചപ്പോൾ ഉടൻ ശരിയാകുമെന്ന മറുപടിയായിരുന്നു നൽകിയിരുന്നത്. അതുകൊണ്ടാണ് മറ്റൊരു ജനറേറ്റർ താൽക്കാലികമായി എടുക്കാത്തതെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കരണ്ട് വന്നില്ല. ഇതോടെ പ്രതിഷേധം ശക്തമാക്കി. പിന്നീട് ആരോഗ്യവകുപ്പ് മന്ത്രിയും ഒക്കെ ഇടപെട്ടാണ് മറ്റൊരു ജനറേറ്റർ എത്തിച്ചുകൊണ്ട് ഇവിടെ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്ന നടപടിയിലേക്ക് കടന്നത്. ജനറേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത് ഏകദേശം 3 മണിക്കൂറോളം പിന്നിട്ട് 10:30 കൂടിയാണ്. അതുവരെ ആശുപത്രി മുഴുവൻ ഇരുട്ടിൽ തന്നെ. രോഗികളും അതോടൊപ്പം തന്നെ കൂട്ടിരിപ്പുകാരും അന്ധകാരത്തിലായി എന്ന് നമുക്ക് പറയാം. ഇന്ന് രാവിലെ വരെ SIT ആശുപത്രിയിൽ ഇത്തരത്തിൽ വൈദ്യുതി പ്രവർത്തിച്ചിരുന്നത് ജനറേറ്റർ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. 3 ജനറേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനം. പിന്നീട് രാവിലെ 7:30യോടെയാണ് ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. സർക്യൂട്ട് ബ്രേക്കർ പ്രശ്നം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ അതുപോലെ സ്ത്രീകൾ അവർ സുരക്ഷിതരായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആശ്വാസകരമായിട്ടുള്ള കാര്യം ICU ഉൾപ്പെടെയുള്ള വെന്റിലേറ്ററിലുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള അവിടെ ഗോൾഡൻ ജൂബിലി ബ്ലോക്കാണ്. ആ ഗോൾഡൻ ജൂബിലി ബ്ലോക്കിൽ കറണ്ട് ഉണ്ടായിരുന്നു. അത് വലിയൊരു ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ആ സമയത്ത്. പക്ഷേ ഇപ്പുറത്ത് A-B ബ്ലോക്കുകളെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്ത് ഗോൾഡൻ ജൂബിലി ബ്ലോക്കിലും വാർഡുകളുണ്ട്. KSEB PWD-നെയും PWD KSEB-നെയും ഈ വിഷയത്തിൽ കുറ്റം പറയുന്ന ഒരു സാഹചര്യം. ആശുപത്രി അധികൃതരും കൈയൊഴിയുന്ന സാഹചര്യം തന്നെയാണ്. കാരണം ഇവിടേക്ക് വൈദ്യുതി നൽകേണ്ടത് PWD ആണെന്നാണ് KSEB ഈ വിഷയത്തിൽ പറയുന്നത്. ഒപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ വൈദ്യുതി ഉപകരണത്തിൽ ക്ലാവ് പിടിച്ചതാണ് ഇത്തരത്തിൽ വൈദ്യുതി കട്ടാക്കാനുള്ള കാരണമായി KSEB ചൂണ്ടിക്കാണിക്കുന്നത്. ജനറേറ്ററിൽ നിന്നും വൈദ്യുതി എടുക്കാൻ കഴിയാതെ പോയത് VCBയിലെ തകരാറ് മൂലമാണെന്നാണ് KSEB ഈ വിഷയത്തിൽ ഉയർത്തുന്ന വാദം. വാക്യൂം സർക്യൂട്ട് ബ്രേക്കറിൽ ക്ലാവ് പിടിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ വൈദ്യുതി തടസ്സപ്പെട്ടതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് KSEB നൽകുന്ന വിശദീകരണം.
ആശുപത്രിയിൽ വൈദ്യുതി കട്ടായത് ആരോഗ്യവകുപ്പിന്റെ വലിയ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ UDF കൗൺസിലർമാർ ഈ SAT ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാറാണ് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ SAT ആശുപത്രിയിൽ ഇന്നലെ 4 മണിക്കൂർ കറണ്ട് ഇല്ലാത്ത, വൈദ്യുതി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇവിടെ 1000-ഓളം വരുന്ന കൊച്ചു കുഞ്ഞുങ്ങളും പിഞ്ച് നവജാതരായിട്ടുള്ള ശിശുക്കളും പൂർണ്ണ ഗർഭിണികളായിട്ടുള്ള അമ്മമാരും അങ്ങനെ 1000-ഓളം ആളുകളാണ് ഇവിടെ ആ സമയത്ത് ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഒരു ആശുപത്രിയിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതീവ ഗൗരവമുള്ള ഒരു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇന്നലെ SAT ആശുപത്രിയിൽ ഉണ്ടായത്. 4 മണിക്കൂർ വൈദ്യുതി നിലച്ചിട്ടും വൈദ്യുതി ഇല്ലാതിരുന്നിട്ടും ഇവിടെ ഒന്ന് തിരിഞ്ഞു നോക്കാനോ അതിനാവശ്യമായിട്ടുള്ള ബദൽ നടപടികൾ എടുക്കാനോ ഗവൺമെൻറ് തയ്യാറായില്ല എന്നുള്ളതാണ്, അധികാരികൾ തയ്യാറായില്ല എന്നുള്ളതാണ്. സംഭവത്തിൽ ആരോഗ്യവകുപ്പും അതോടൊപ്പം തന്നെ KSEBയും ഒക്കെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ ഒതുങ്ങുമോ, അല്ലെങ്കിൽ ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമോ, അല്ലെങ്കിൽ പരസ്പരം വകുപ്പുകൾ തമ്മിൽ പഴിചാരുമോ, ഇതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. ക്യാമറമാൻ പത്മകുമാറിനൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.